നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് NFA നിന്ന് DFAയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള അടുത്തൊരു എക്സാമ്പിൾ. ക്വസ്റ്റ്യൻ ഇതാണ്: സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് ഇൻ വിച്ച് ദ സെക്കൻഡ് symbol from RHS is A over the alphabet A, B. Sigma is equal to A, B. അപ്പം ഇതിൻ്റെ NFA ഡ്രോ ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുക, DFAയിലേക്ക് കൺവേർട്ട് ചെയ്യുക. കാരണം ഇതിൻ്റെ DFA ഡ്രോ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. സോ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു DFA. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ലാംഗ്വേജ് ഒന്ന് റൈറ്റ് ചെയ്യാം. ലാംഗ്വേജ് എന്താണ്? RHS is A. Second symbol from RHS is A. അപ്പോൾ ഈ ഒരു സിമ്പിൾ കഴിഞ്ഞിട്ട് B വരാം, അതേപോലെ A വരാം. ഓക്കെ, ഈ ഒരു സെക്കൻഡ് സിമ്പിൾ എന്തായിരിക്കണം? RHSന്റെ സെക്കൻഡ് സിമ്പിൾ A ആയിരിക്കണം. ഇതാണ് ഇവിടുത്തെ ലാംഗ്വേജ്. അതിനു മുൻപേ A വരാം, B വരാം, അല്ല അതിനുശേഷം A or B മാത്രമേ വരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ലാംഗ്വേജ് ഏതൊക്കെയാണ് വരിക? ലാംഗ്വേജ് A, B, B, A, B, 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 A, B, B, A, B, etc. This is infinite language. ഇനി ഇതിൻ്റെ എന്ത് ഡ്രോ ചെയ്യണം? NFA ഡ്രോ ചെയ്യണം. NFA ഡ്രോ ചെയ്യാൻ വളരെ ഈസിയാണ് അല്ലേ? നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തതാണ്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ, ദെൻ ഇതിൻ്റെ NFA ഡ്രോ ചെയ്യണം. ആദ്യം ഇനിഷ്യൽ സ്റ്റേറ്റ്, ദാറ്റ് ഈസ് Q0, ദെൻ A. സെക്കൻഡ് symbol from RHS is A. So അതിനുശേഷം എന്ത് വരും? A or B വരാം. Okay, then it is accepted. Q2, this is Q1. Okay, A വരാം, A, B വരാം. Okay, then Aയുടെ മുന്നിൽ എന്ത് വേണമെങ്കിലും വരാം, A or B വരാം. This is the NFA for this language. ഇനി എന്ത് ചെയ്യണം? ഇതിനെ DFAയിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ DFAയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഇതിൻ്റെ സ്റ്റേറ്റ് ട്രാൻസിഷൻ ടേബിൾ ഡ്രോ ചെയ്യണം. ഓക്കെ, ഈ ട്രാൻസിഷൻ ടേബിളിൽ എന്തൊക്കെ ഉണ്ടാവും? സ്റ്റേറ്റ് ഉണ്ടാവും. ഇവിടെ എത്ര സ്റ്റേറ്റ് ആണുള്ളത്? 3 സ്റ്റേറ്റ്. ഓക്കെ, Q0, Q1, then Q2. This is the state. Q0 is the initial state, then Q2 is the final സ്റ്റേറ്റ്. ദെൻ 2 സിമ്പിൾ ഉണ്ടാവും, അതാണ് കോൾ ആയിട്ട് എടുക്കേണ്ടത്, A or B. ഓക്കെ, ഇനി ട്രാൻസിഷൻ ആണ് ഇതിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. Q0ന്ന് Aയുടെ ട്രാൻസിഷൻ എങ്ങോട്ടൊക്കെ ഉണ്ട്? Q1, Q0. Q0ലോട്ടേക്കും ഉണ്ട്, അതേപോലെ Q1ലേക്കും ഉണ്ട്. ഓക്കെ, ദെൻ Q0ന്ന് B വരുമ്പം എങ്ങോട്ടാണുള്ളത്? Q0. ഓക്കെ, ഇനി Q1ന്ന് A വരുമ്പോൾ Q2ല്, ദെൻ Q1ന്ന് B വരുമ്പോൾ Q2ല്. Q2ന്ന് A എങ്ങോട്ടെങ്കിലും ട്രാൻസിഷൻ ഉണ്ടോ? ഇല്ലെങ്കിൽ അതിനെ നൾ സ്റ്റേറ്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇതിനെയാണ് ഡെഡ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഏതില്? NFAയില്. ദെൻ Q2ന്ന് Bയുടെ ട്രാൻസിഷൻ ഉണ്ടോ? ഇല്ല. ഓക്കെ, അതിനെയും നമ്മൾ നൾ സ്റ്റേറ്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് ദി സ്റ്റേറ്റ് ട്രാൻസിഷൻ ടേബിൾ ഫോർ NFA. ഇനി ഇത് ഡ്രോ ചെയ്തതിനു ശേഷം സ്റ്റേറ്റ് ട്രാൻസിഷൻ ടേബിൾ ഫോർ DFA ഡ്രോ ചെയ്യണം. ഓക്കെ, DFAക്ക് വേണ്ടി ഒരു സ്റ്റേറ്റ് ട്രാൻസിഷൻ ടേബിൾ ഡ്രോ ചെയ്യണം. ഓക്കെ, അതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിലും റോ ആയിട്ട് സ്റ്റേറ്റുകളാണ് എടുക്കേണ്ടത്. സ്റ്റേറ്റ് ഏതൊക്കെയാണ്? Q0 ഉണ്ട്, Q1, Q2 ഉണ്ട്. ഓക്കെ, ഇനി ഇതിൽ ഇൻപുട്ട് ആൽഫബറ്റ് ആണ് കോളംസ് ആക്കി എടുക്കേണ്ടത്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നതെന്ന് നോക്കാം.
Q0 എ വരുമ്പം നമ്മൾ രണ്ട് സ്റ്റേറ്റിലേക്കാണ് ട്രാൻസിഷൻ വരുന്നത്, Q0 Q1. ഓക്കെ, ഇതിനെ സിംഗിൾ സ്റ്റേറ്റ് ആയിട്ടാണ് ഏതിലെടുക്കുക, DFA എടുക്കുക. ഓക്കെ, അപ്പൊ Q0 എ വരുമ്പോ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, Q0 Q1. ഓക്കെ, ദിസ് ഈസ് ദി സിംഗിൾ സ്റ്റേറ്റ് ഇൻ DFA. ഇനി Q0 ബി വരുമ്പോ എങ്ങോട്ടാണ് പോകുന്നത്, Q0. ഓക്കെ, ഇനി ദിസ് ഈസ് ദി ന്യൂ സ്റ്റേറ്റ്. ഓക്കെ, രണ്ട് സ്റ്റേറ്റുള്ള ഒരു സിംഗിൾ സ്റ്റേറ്റ് ആക്കിയാണ് നമ്മൾ DFA എടുത്തത്. ഇനി ഇത് ഒരു സ്റ്റേറ്റ് ആക്കിയിട്ടാണ് എടുക്കുക. ദിസ് ഈസ് ദി ന്യൂ സ്റ്റേറ്റ്. ഇനി ഇതിന്റെ ട്രാൻസിഷൻ ഏതിൽ റെപ്രസെന്റ് ചെയ്യണം, ഈ ഒരു സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യണം. നമുക്കിതിനെ, ഇതൊരു പുതിയ സ്റ്റേറ്റ് ആണ്, Q0 Q1. Q0 എ വരുമ്പം എങ്ങോട്ടേക്ക് പോവും, അതേപോലെ Q1 എ വരുമ്പം എങ്ങോട്ടേക്ക് പോവും, അതാണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഓക്കെ, DFA ട്രാൻസിഷൻ ഡയഗ്രം ഡ്രോ ചെയ്യുമ്പം അങ്ങനെയാണ് എടുക്കേണ്ടത്. Q0 എ വരുമ്പോ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, Q0 പോകുന്നുണ്ട്, Q1 പോകുന്നുണ്ട്, പിന്നെ Q2. Q0 എ വരുമ്പോ Q0 Q1, Q1 എ വരുമ്പോ Q2. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇതിൽ റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഇനി Q0 ബി വരുമ്പോ എങ്ങോട്ട് പോകുന്നുണ്ട്, Q0. ഓക്കെ, Q1 ബി വരുമ്പോ Q2. ഓക്കെ, ദിസ് ഈസ് ഓൾസോ എ ന്യൂ സ്റ്റേറ്റ്. ഇനി ഇതിന്റെ ട്രാൻസിഷനും നമ്മൾ റെപ്രസെന്റ് ചെയ്യണം, Q0 Q1 Q2. Q0 എ വരുമ്പം എങ്ങോട്ടാണ്, Q0 Q1. Q1 എ വരുമ്പം Q2. Q2 എ ഉണ്ടോ, ഇല്ല. ഓക്കെ, Q2 എ വരുന്നില്ല. ഇനി Q0 ബി വരുമ്പോ Q0. ദെൻ Q1 ബി വരുമ്പോ Q2. ദെൻ Q3 സോറി Q3 അല്ല, Q2 എ ഓർ ബി വരുമ്പം എങ്ങോട്ടും പോകുന്നില്ല. ദെൻ ഓക്കെ, Q0 Q2. ക്ലിയർ? ഇനി നമുക്ക് ഒരു ന്യൂ സ്റ്റേറ്റും കൂടെ ഉണ്ട്, ഏതാണ്, Q0 Q2. അതിന്റെ ട്രാൻസിഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, Q0 എ വരുമ്പോ Q0 Q1. Q2 എ വരുമ്പോ എങ്ങോട്ടുമില്ല. ഇനി Q0 ബി വരുമ്പോ Q0. Q2 ബി വരുമ്പോ എങ്ങോട്ടുമില്ല. ഓക്കെ, ദിസ് ഇസ് ദി ട്രാൻസിഷൻ ഡയഗ്രാം ഫോർ DFA. ഇനി ഇതിന്റെ ട്രാൻസിഷൻ ഡയഗ്രാം ഡ്രോ ചെയ്യണം. ഇവിടെ എത്ര സ്റ്റേറ്റ് ആണുള്ളത്, 1 2 3 4. അപ്പൊ എത്ര സ്റ്റേറ്റുകൾ വരും DFA? 4 സ്റ്റേറ്റ് വരും. ഇനിഷ്യൽ സ്റ്റേറ്റ് ഏതാണ്, Q0. ഓക്കെ, ദെൻ Q0 ഒരു സ്റ്റേറ്റ്. Q0 എ വരുമ്പോ എങ്ങോട്ട് പോവും, Q0 Q1. ഓക്കെ, ഇനി Q0 ബി വരുമ്പോ Q0. അപ്പൊ എയുടെ ട്രാൻസിഷനുമായി ബിയുടെ ട്രാൻസിഷനുമായി. സോ ദിസ് സ്റ്റേറ്റ് ഈസ് കംപ്ലീറ്റ്. ഇനി എന്താണ് വരേണ്ടത്, Q0 Q1. Q0 Q1 എ വരുമ്പോ എങ്ങോട്ടാണ് പോകുന്നത്, Q0 Q1 Q2. ഓക്കെ, ഇനി Q0 Q1 ബി വരുമ്പോ Q0 Q2. Q0 Q2. ഓക്കെ, എയും ബിയും ട്രാൻസിഷൻ വന്നിട്ടുണ്ട് Q0 Q1. സോ ദിസ് സ്റ്റേറ്റ് ഈസ് കംപ്ലീറ്റ്. ഇനി ഏതാണുള്ളത്, Q0 Q1 Q2. Q0 Q1 Q2 എ വരുമ്പോ Q0 Q1 Q2. ഓക്കെ, Q0 Q1 Q2 ബി വരുമ്പം Q0 Q2. ഇനി Q0 Q2 ഉണ്ട്. Q0 Q2 എ വരുമ്പം Q0 Q1. ഓക്കെ, ദെൻ ബി വരുമ്പോ Q0. ദിസ് ഈസ് ദി
ട്രാൻസിഷൻ ഡയഗ്രാം ഫോർ ദിസ് ലാംഗ്വേജ്. ഏത് ലാംഗ്വേജ്? സെക്കൻഡ് സിമ്പിൾ ഫ്രം RHS ഈസ് A. ഇനി നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. എക്സാമ്പിൾ ABAB. സെക്കൻഡ് സിമ്പിൾ ഫ്രം RHS ഈസ് A. ഇതാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യണം. ഇനി ആക്സെപ്റ്റ് ചെയ്യുക, ഇതിൽ ഏതാണ് ഫൈനൽ സ്റ്റേറ്റ്? ഫൈനൽ സ്റ്റേറ്റ് ആക്കി എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ Q2 ആണ് ഈ ഒരു NFAയിലെ ഫൈനൽ സ്റ്റേറ്റ്. അപ്പൊ Q2 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റേറ്റും എന്താണ്? ഫൈനൽ സ്റ്റേറ്റ് ആണ്. സോ ദിസ് ഈസ് ദി ഫൈനൽ സ്റ്റേറ്റ്. ഇതും ഫൈനൽ സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇനി ഈ ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം എന്താണ്? ഏത് സിമ്പിൾ റീഡ് ചെയ്യും? എ റീഡ് ചെയ്തു. ദെൻ ബി റീഡ് ചെയ്തു. ഓക്കെ, അടുത്തത് ഏതാണ്? എ റീഡ് ചെയ്തു. ദെൻ ബി കഴിഞ്ഞാൽ ഇവിടെ എത്തും, ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇതല്ലാത്തൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ദിസ് ഈസ് ആക്സെപ്റ്റഡ്. ABBA. ഇത് ആക്സെപ്റ്റ് ചെയ്യരുത്. നോക്കാം. എ ദെൻ ബി. ഓക്കെ, ബി വന്നു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരും. ബി ദെൻ എ. ഓക്കെ, പിന്നെ ഇങ്ങോട്ടേക്കും ഇത് പോകുന്നില്ല, ഫൈനൽ സ്റ്റേറ്റിൽ റീച്ച് ചെയ്യില്ല. സോ ദിസ് ഈസ് നോട്ട് ആക്സെപ്റ്റഡ്. ഓക്കെ, ക്ലിയർ? ഇനി എക്സാമ്പിൾസ് വേണമെങ്കിൽ പ്ലീസ് കമൻറ്റ്. താങ്ക് യു.